പാട്ടുകാരൻ എത്ര പാടിയാലും, ഒരു വഅദുകാരൻ എത്ര വഅദ് പറഞ്ഞാലും, ഒരു എഴുത്തുകാരൻ എത്ര എഴുതിയാലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതാണ് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ഹബീബിനെ സ്നേഹിച്ച് ആ ഹബീബിന്റെ കൂടെ നടന്ന് ഹബീബുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ഇഷ്ടം വെച്ചു പോയ മഹാന്മാര് കിടക്കുന്ന സ്വർഗത്തിൽ നമുക്ക് കിടക്കണ്ട ഉമ്മ, അവര് കിടന്ന സ്വർഗത്തിൽ നമുക്ക് കിടക്കണ്ട ഉപ്പ, അവര് കിടന്ന സ്വർഗത്തിലേക്ക് നമുക്ക് ചെല്ലണ്ട സഹോദര സഹോദരിമാരെ. അതല്ലേ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്തായപ്പോ മദീനയിൽ നിന്ന് യാത്രയാവുകയാണ്. എന്റെ ഹബീബില്ലാത്ത മദീനയിൽ എനിക്ക് വേണ്ട, എന്റെ ഹബീബില്ലാത്ത മദീനയിൽ എനിക്ക് സ്ഥാനമില്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മദീന വിട്ടുകൊണ്ട് മിസ്റിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ എന്തൊക്കെയോ പാടി പറഞ്ഞുകൊണ്ട് ഹബീബിനോടുള്ള ഇഷ്ടം കൊണ്ട് അവിടത്തേക്ക് നിറഞ്ഞുപോയ ആ ബിലാൽ റളിയല്ലാഹു അൻഹു എന്തൊക്കെയോ പാടി പറഞ്ഞു നടക്കുകയാ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അതാ ക്ഷീണിതനായിക്കൊണ്ട്, അതാ അവിടെ ഒന്ന് ക്ഷീണിതനായിക്കൊണ്ട് വിശ്രമിച്ചപ്പോ അകതാരിന്റെ ആഴത്തില്, മനതാരിന്റെ അകതാരിന്റെ ആഴത്തില് സ്വപ്നത്തിൽ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നുകൊണ്ട് പറയുന്നു, യാ ബിലാൽ, യാ ബിലാൽ, എന്നെ മറന്നോ ബിലാൽ, എന്നെ മറന്നു പോയോ ബിലാൽ. ഉടനെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉറക്കിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. യാ റസൂലല്ലാഹ്, അങ്ങല്ലേ എന്നോട് വന്ന് ചോദിച്ചത്, എന്നെ മറന്നോ എന്ന് ചോദിച്ചല്ലോ, എന്റെ ഹബീബിനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അതാ മദീനയിലേക്ക് അങ്ങ് നടന്നു നീങ്ങുകയാണ്. മദീനയിലേക്ക് അങ്ങ് എത്തിയപ്പോ അവിടെയുള്ള സ്വഹാബത്തോട് പറഞ്ഞു, ബിലാൽ എവിടെയായിരുന്നു ബിലാൽ? നിങ്ങളെ ബാങ്ക് നിങ്ങൾക്ക് ഒരുപാടായല്ലോ, നിങ്ങളെ ബാങ്ക് കേട്ടിട്ട് നിങ്ങൾ എവിടെ അടുത്ത വഖത്തിൽ നിങ്ങൾ ബാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഹബീബില്ലാത്ത മദീനയിൽ എന്റെ ബാങ്ക് കേൾക്കണ്ട, എന്റെ ഹബീബില്ലാത്ത മദീനയിൽ എനിക്ക് ബാങ്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാ മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറയുന്നു, യാ ബിലാൽ, അല്ലയോ ബിലാൽ, അങ്ങ് ബാങ്ക് വിളിക്കണം, എവിടെയായിരുന്നു? ഒരുപാട് കാലമായല്ലോ ഇവിടെ അങ്ങ് പോയിട്ട് എന്ന് പറഞ്ഞപ്പോ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തം കൊടുത്ത പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ എനിക്ക് തട്ടാൻ കഴിയില്ല, ഞാൻ ബാങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് കൊടുക്കുന്നു. എങ്ങനത്തെ ബാങ്കാണ്? ലോകത്തുള്ള ഒരു മുഅദ്ദിനും ഇന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ഒരു മുഅദ്ദിനും ഇന്ന് ലോകത്ത് വന്നിട്ടില്ല. അങ്ങനത്തെ ബാങ്കാണ് അവിടുത്തെ ബാങ്ക്. എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, യാ ബിലാൽ, ഹദീ കഅബത്തുൽ ആ കാണുന്ന കഅബയുടെ മുകളിൽ കയറി കൊടുക്കൂ ബിലാൽ എന്ന് നബി തങ്ങൾ പറഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹു ആ
അവിടെ അതാ കൊടുക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി ബാങ്ക് അങ്ങ് കൊടുത്തപ്പോ മദീന നിവാസികൾ പറയുന്നു, മദീന നിവാസികൾ എന്റെ ഹബീബ് തിരിച്ചു വന്നോ, നബി തങ്ങൾ തിരിച്ചു വന്നെന്ന് വിചാരിച്ച് എല്ലാവരും മദീന പള്ളിയിലേക്ക് ഒഴുകുകയാണ്. എല്ലാവരും വീടുകൾ അടച്ചു പൂട്ടിക്കൊണ്ട് മദീന പള്ളിയിലേക്ക് അങ്ങ് ഒഴുകുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ അതാ ബാങ്ക് വിളിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നങ്ങ് പറഞ്ഞു. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നങ്ങ് പറയുമ്പോ, നബി തങ്ങളെ പേരങ്ങ് പറയുമ്പോ വല്ലാതെ കരഞ്ഞുകൊണ്ട് ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ട് അവിടെ നിന്ന് ബോധക്ഷനായിക്കൊണ്ട് വീണു പോവുകയാ. ചരിത്രം പറയുന്നു, മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് വഫാത്താവുകയാണ്. അതല്ലേ ഹബീബായ റസൂൽ